നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് സാധാരണ ജനങ്ങൾ ചെയ്യുന്ന ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്കിനെ കുറിച്ചാണ്. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലുള്ള മിസ്റ്റേക്കിനെ കുറിച്ചാണ്. ഒന്നാമത്തെ കാര്യം, അവരുടെ നീഡ് എന്താണെന്ന് അനലൈസ് ചെയ്യാതെയാണ് പല ആളുകളും അവരുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തുന്നത്. അപ്പോൾ അവര് ആദ്യ ഫോക്കസ് ചെയ്യുന്നത് പ്രീമിയത്തിൽ മാത്രമാണ്. അവരുടെ എന്താണ് ആവശ്യം, അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തിന് ഉതകുന്നതാണോ എന്നൊന്നും നോക്കാതെ അവർ പ്രീമിയത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് പല ആളുകളും പറയുന്ന കേൾക്കാം, ഏറ്റവും കുറഞ്ഞ പ്രീമിയത്തിലുള്ളത് മതിയെന്ന്. അവരുടെ ആവശ്യം ഒരു പോളിസി വെറുതെ എടുക്കുക എന്ന് മാത്രമാണ്, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ, ഭാവിയിൽ വരുന്ന ആവശ്യങ്ങൾ നടത്തണം എന്നതല്ല എന്ന് തോന്നിപ്പോകാറുണ്ട്. അപ്പൊ അത് ഒരു തെറ്റായ കാര്യമാണ്. നമ്മളുടെ ആവശ്യം, അല്ലെങ്കിൽ നമുക്കത് എന്തിനു ഉപകാരപ്പെടണമോ അത് തന്നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ബെനിഫിറ്റിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, പ്രീമിയത്തിനെ അല്ല. രണ്ടാമത്തെ കാര്യം, ഹെൽത്തിനെ അവർ ഇഗ്നോർ ചെയ്യുന്നു. പല ആളുകളും ലൈഫ് ഇൻഷുറൻസ് എടുക്കും. ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് അസുഖമൊന്നുമില്ല, പിന്നീടാവട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അസുഖമൊന്നും നമ്മളെ വിളിച്ചു പറഞ്ഞിട്ടല്ല വരാറ്. ഒരസുഖം വന്നു കഴിഞ്ഞാൽ ഒരു പോളിസി എടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. പോളിസിയെ കിട്ടിയില്ല എന്ന് വരും. കാരണം നമ്മൾ ഒരു ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് എടുത്തു വെക്കേണ്ടതാണ്, ആവശ്യം വരുന്ന സമയത്ത് ഉപയോഗപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ കാര്യം, പേഴ്സണൽ ആയിട്ടൊരു പ്ലാൻ ഇല്ല എന്നുള്ളത്. പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്, മറ്റുള്ളവരെ ഉപദേശിക്കുന്നത് കേട്ടിട്ടുണ്ട്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അവിടെ ഇൻവെസ്റ്റ് ചെയ്യാം, ഇത് ചെയ്യാന്നൊക്കെ. പക്ഷെ സ്വന്തമായിട്ടൊരു പ്ലാൻ പോലും ഉണ്ടാവില്ല. അതാണ് പല ആളുകളുടെയും പ്രശ്നം എന്ന് പറയുന്നത്. അവർ മറ്റുള്ളവരെയൊക്കെ ഉപദേശിക്കും, സ്വന്തമായിട്ട് ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടാവില്ല. സ്വന്തമായിട്ട് ഒരു ആവശ്യം വരുന്ന സമയത്താണ് ഒന്നുമില്ലാത്തതിൻ്റെ ഒരവസ്ഥ മനസ്സിലാവുകയും ചെയ്യുന്നത്. നാലാമത്തെ കാര്യം, ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങുക എന്നതാണ് പലരും ചെയ്യുന്ന കാര്യം. യാതൊരുവിധ പ്ലാനിങ്ങും ഇല്ല, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എന്താന്ന് പോലും അറിയാതെ ഫ്രണ്ട്സ് എടുത്തതുകൊണ്ടോ മറ്റുള്ളവർ നിർബന്ധിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വാങ്ങുന്നു എന്ന് കേട്ടതുകൊണ്ടോ ഒരു പരസ്യം കണ്ടതുകൊണ്ടൊക്കെയാണ് പലരും ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നത്. പക്ഷെ നമുക്കത് ആവശ്യമാണോ, അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യത്തിന് അത് ഉതകുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതെയാണ് അവർ ആ പ്രൊഡക്റ്റ് വാങ്ങുന്നത്, അല്ലെങ്കിൽ ആ പ്ലാൻ എടുക്കുന്നത്. അഞ്ചാമത്തെ കാര്യം, അവർക്ക് എഡ്യൂക്കേഷൻ ലാക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഫിനാൻഷ്യൽ അറിവ് കുറവാണ്. സാമ്പത്തികമായ അറിവ് ഇല്ലായ്മ കൊണ്ടാണ് 90% ആളുകളും ഇത്തരം മിസ്റ്റേക്കുകളിലേക്ക് ചെന്നെത്തുന്നത്. അവർക്ക് കൃത്യമായ ഒരു ഫിനാൻഷ്യൽ നോളജ് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ എന്താണെന്ന് അറിയാതെയാണ് പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഇതിനെല്ലാം ഒരു വ്യത്യസ്തമായിട്ട് കൃത്യമായിട്ട് ഒരു ഫിനാൻഷ്യൽ നോളജോട് കൂടി നമ്മളുടെ ആവശ്യം അറിഞ്ഞ് നമ്മളൊരു സ്കീം ചെയ്യുമ്പോഴാണ് അത് നമുക്ക് പ്രയോജനപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ നോളജിന് വേണ്ടി ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ കോഴ്സുകളും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. കൂടുതൽ വിവരവുമായി അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ.